Good morning. So, we were discussing about cases of lifting of corporate veil. Corporate veil can be shifted in different cases. We have already discussed the different cases of lifting of corporate veil under judicial interpretations in the last video. We have discussed the cases like protection of revenue, prevention of fraud or improper conduct, determination of enemy character of the company. So the next one is where the company is a sham. So this is the next case where we can, or the court can lift the corporate veil, where the company is a sham. Where the company is a mere sham and was really a ploy used for committing illegalities and to defraud people, the court shall lift the corporate veil. Okay, so where the company is a sham means falsely representing something as something as truth. Actually something will be false, but we represent it as ട്രൂത്ത്. ശരിയല്ലാത്ത ഒരു കാര്യം ശരിയാണെന്ന് സ്ഥാപിക്കുന്നതിനെയാണ് നമ്മൾ ഷാം എന്ന് പറയുന്നത്. അപ്പം വേർ ദ കമ്പനി ഈസ് എ മിയർ ഷാം. അപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇറ്റ് വാസ് റിയലി എ പ്ലോയ്, ഒരു കമ്പനി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഒരു കളിപ്പാട്ടം പോലെ, പ്ലോയ് യൂസ്ഡ് ഫോർ കമ്മിറ്റിംഗ് ഇല്ലിഗാലിറ്റീസ് ആൻഡ് ടു ഡിഫ്രോഡ് പീപ്പിൾ, ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഒരു കമ്പനി ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഒരു കേസിലും കോർട്ടിന് കോർപ്പറേറ്റ് വെയിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഇസ് company avoiding legal obligations. Okay, where the use of an incorporated company is being made to avoid legal obligations, the court may disregard the legal personality of the company and proceed on the assumption as if the company existed. Where a company tries to avoid its legal obligations, the corporate veil shall be lifted to look at the real picture. സോ കമ്പനി അവോയ്ഡിങ് ലീഗൽ ഒബ്ലിഗേഷൻസ്, അതായത് ഡിഫറെൻറ്റ് ലീഗൽ ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കും എല്ലാ കമ്പനീസിനും, അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടേതായ ആക്റ്റുകളും അവരെ ഗൈഡ് ചെയ്യുന്ന, അവരെ ഗവേൺ ചെയ്യുന്ന ലീഗൽ ആസ്പെക്ട്സ് ഉണ്ടാവും. അത് വെച്ചിട്ട് ആ ഒരു കാര്യങ്ങൾ അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ അവർ ഫുൾഫിൽ ചെയ്യുകയും ആ ആക്റ്റുമായിട്ട് കംപ്ലൈ ചെയ്യുകയും അവർ പറയുന്ന കാര്യങ്ങളും രേഖകളും ഒക്കെ കാണിക്കുകയും രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ പലതരത്തിലുള്ള ലീഗൽ ഒബ്ലിഗേഷൻസ് ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കും. ആ ലീഗൽ ഒബ്ലിഗേഷൻസ് എല്ലാം ആ കമ്പനി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻ കേസ് അവരത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോർട്ടിന് വേണമെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാം. ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് അത് ചെയ്യാതിരുന്നത്, ആരാണ് അതിന് ശരിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. കമ്പനി മാത്രമാവില്ല, കമ്പനിക്ക് വേണ്ടിയിട്ട് അത് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവരാരാണെന്നും എന്താണെന്നും എന്തുകൊണ്ട് അവർ ചെയ്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കോർട്ടിന് സാധിക്കും. ദാറ്റ് ഈസ് വാട്ട് കമ്പനി അവോയ്ഡിങ് ലീഗൽ ഒബ്ലിഗേഷൻ. നെക്സ്റ്റ് ഇസ് കമ്പനി ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ഓർ ട്രസ്റ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഈ ഒരു കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂഷ്വലി നമ്മൾ പറഞ്ഞു കമ്പനിയുടെ ഏജൻറ്റോ ട്രസ്റ്റിയോ ഒന്നുമായിട്ടല്ല കമ്പനിയിലെ മെമ്പേഴ്സോ ഷെയർ ഹോൾഡേഴ്സോ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അങ്ങനെയൊക്കെയാണ് അവർ പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആ കമ്പനിയുടെ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിന് അധികാരമുണ്ട്. ഓക്കെ, കാരണം ഇപ്പം കമ്പനിയുടെ ഏജൻ്റായിട്ടോ ഷെയർ ഹോൾഡർ ഏജൻ്റായിട്ടോ ട്രസ്റ്റി ആയിട്ടോ ഒക്കെയാണ് മെമ്പേഴ്സ് ഷെയർ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സൊക്കെ പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ലയബിലിറ്റി ഉണ്ടായിരിക്കും, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരായിരിക്കും അതിന് റെസ്പോൺസിബിൾ ആയിട്ട് ഉണ്ടാവുക. സോ ദ കോർട്ട് ക്യാൻ ലിഫ്റ്റ് ദി കോർപ്പറേറ്റ് വെയിൽ ഇൻ സച്ച് കേസസ്. നെക്സ്റ്റ് ഇസ് അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീഗൽ ഒബ്ലിഗേഷൻസ് പോലെ തന്നെയാണ് വെൽഫെയർ ലെജിസ്ലേഷൻസ്. പക്ഷേ വെൽഫെയർ ലെജിസ്ലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വെൽഫെയർ മെഷേഴ്സൊക്കെ ഓരോ കമ്പനീസും എടുക്കാറുണ്ട്. വെൽഫെയർ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ചില പബ്ലിക് പോളിസി, പബ്ലിക് ഒബ്ലിഗേഷൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചില സ്ട്രാറ്റജീസൊക്കെ ചില കമ്പനീസ് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്ട്രാറ്റജീസൊക്കെ എടുക്കും പബ്ലിക് പോളിസി, പബ്ലിക് വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും അവർ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ചെറിയ ചെറിയ മെഷേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ, അതാണ് CSR എന്ന് പറഞ്ഞാൽ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അല്ലെങ്കിൽ അതുപോലെയുള്ള മെഷേഴ്സ് എന്തൊക്കെയാണോ എടുക്കുന്നത്
അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും എടുക്കേണ്ട സംഗതികളുണ്ട്. അപ്പം അങ്ങനെ എടുക്കേണ്ട സംഗതികൾ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും കോർട്ട് ക്യാൻ ലിഫ്റ്റ് ദ കോർപ്പറേറ്റ് വെയിൽ. നെക്സ്റ്റ് ഇസ് പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് പോളിസി. The court shall lift the corporate veil without any hesitation to protect the public policy and to prevent transaction opposed to public policy. അപ്പോൾ നമ്മളൊരു കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പബ്ലിക്കിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ പബ്ലിക് ഇൻ ദ സെൻസ് പബ്ലിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആ കമ്പനി എടുക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ആ രീതിയിൽ പബ്ലിക് ഇൻട്രസ്റ്റും കൂടി ഹനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓരോ കമ്പനിയും എടുക്കുന്നുണ്ടെങ്കിൽ, പബ്ലിക്കിന് ദോഷമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് ദാറ്റ് കേസസ് ദ കോർട്ട് ക്യാൻ ലിഫ്റ്റ് ദി കോർപ്പറേറ്റ് വെയിൽ. നെക്സ്റ്റ്, ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് എ കോർട്ട്. Company being an artificial person cannot disobey the orders of the court. Therefore, the persons at fault should be identified. അപ്പം കോർട്ട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ എല്ലാ കമ്പനിയും ബാധ്യതയുണ്ട് എല്ലാ കമ്പനിക്കും. അപ്പം കമ്പനിക്ക് ബാധ്യത എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ആസ് ഇറ്റ് സെൽഫ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കമ്പനിയുടെ അതുമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അവരുടെ മെമ്പേഴ്സിനെ തന്നെയാണ് ചെയ്യാൻ പറ്റുക. ആ സാഹചര്യങ്ങളിൽ മെമ്പേഴ്സ് ഒരിക്കലും കമ്പനി സെപ്പറേറ്റ് ആണ്, ഞങ്ങൾ സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും കോർട്ട് ഓർഡേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒബേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസിലാണ്. ഇനി അടുത്തത് കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്. The veil of corporate personality may be lifted under express statutory provisions of the Companies Act in the following cases. First one is incorporation by furnishing false information. Okay, incorporation by furnishing false information. Where a company has been got incorporated by furnishing any false or incorrect information or representation, or by suppressing any material fact or information in any of the document or declaration filed or made for incorporating such company, tribunal may, on an application made to it, pass an order for winding up of the company. So, incorporation by furnishing false information. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻകോർപ്പറേഷൻ എന്ന് പറയുക. സോ തെറ്റായ ഇൻഫർമേഷൻസ് കാണിച്ചുകൊണ്ടോ തെറ്റായ റെപ്രസെൻറ്റേഷൻസിലൂടെയോ തെറ്റായ റോങ്ഫുൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാണിച്ചുകൊണ്ടൊക്കെ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോർട്ടിന് അത് ലിഫ്റ്റ് ചെയ്യാനും കോർപ്പറേറ്റ് വെയിൽ നോക്കാനും ഈവൻ ആ കമ്പനിയെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ പ്രഖ്യാപിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു അതാണ് ഒന്നാമത്തെ കേസ്. അടുത്തത് ഫ്രോഡുലന്റ് ആപ്ലിക്കേഷൻ ഫോർ റിമൂവൽ ഓഫ് നെയിം. Where it is found that an application by a company is made with the object of evading the liabilities of the company or with the intention to deceive the creditors or defraud any other person, the person in charge of the management of the company shall be jointly and severally liable to any person who has incurred loss. Fraudulent application for removal of name. ഇപ്പം കമ്പനിയുടെ പേര് ഇപ്പം ഉള്ള ഒരു നെയിം മാറ്റണം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓരോരോ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അല്ലാതെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ടു ഇവൈഡ്, ഒന്നെങ്കിൽ കമ്പനിയുടെ ലയബിലിറ്റീസ് ഇവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ ഡിസീവ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി മാത്രം കമ്പനിയുടെ നെയിമൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വി ക്യാൻ ചെക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ് വെയിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് ലയബിലിറ്റി ഫോർ ഫ്രോഡുലന്റ് കണ്ടക്ട് ഓഫ് ബിസിനസ്. നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇഫ് എനി ബിസിനസ് ഓഫ് ദ കമ്പനി ഈസ് ക്യാരിഡ് ഓൺ ടു ഡിഫ്രോഡ് ക്രെഡിറ്റേഴ്സ് ഓർ ഫോർ എനി ഫ്രോഡുലന്റ് പർപ്പസ്, ദ പേഴ്സൺസ് ഹു വെർ നോവിംഗ്ലി പാർട്ടീസ് ടു ഇറ്റ് ഷെൽ പേഴ്സണലി ലയബിൾ ഫോർ എനി ആക്ട്സ്. അപ്പം ഏതെങ്കിലും കമ്പനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് കമ്പനിയിലെ ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ ഡിഫ്രോഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആക്റ്റുകൾക്ക് വേണ്ടിയിട്ടോ ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനി അത് നമ്മൾ നോക്കേണ്ടതാണ്. ദ പേഴ്സൺ ആരാണോ അതിന് കറക്റ്റായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അവർ ജോയിൻ്റ്ലിയും സെവറലിയും ഇൻഡിവിജ്വലായിട്ടും അതെ ജോയിൻ്റ്ലിയും ആയിട്ടും അവരതിന് ലയബിൾ ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ കേസസ് അണ്ടർ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിൽ കോർപ്പറേറ്റ് വെയിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള കേസുകൾ. സോ ഇത്രയുമാണ് ഡിഫറെൻറ്റ് കേസസ് വേർ വി ക്യാൻ അസ്യൂം ദാറ്റ് വി ക്യാൻ ലിഫ്റ്റ് ദി കോർപ്പറേറ്റ് വെയിൽ. കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്ന്
അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള ചില കേസുകളാണ് പറഞ്ഞത്. ഇപ്പോൾ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയും മെമ്പേഴ്സും തമ്മിലുള്ള ആ ഒരു കേർട്ടൻ അല്ലെങ്കിൽ ആ ഒരു മറ, അതിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ആക്ച്വലി അതാണൊരു കൺസെപ്റ്റ് ഉള്ളത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇമ്മോറലായിട്ടോ ഡിസോണസ്റ്റ് ആയിട്ടോ ഫ്രോഡുലൻ്റ് ആയിട്ടോ ഒക്കെയുള്ള ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളിലും പിന്നെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ കേസുകളിലും ആ കേസുകളിലൊക്കെ ചിലപ്പോൾ കോർപ്പറേറ്റ് വെയിൽ വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. അപ്പം ഏതൊക്കെയാണ് ആ കേസുകൾ എന്നാണ് പറഞ്ഞത്. ഒന്ന് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസിൻ്റെ ബേസിൽ പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ, പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട്, ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ ഓഫ് ദി കമ്പനി, where the company is a sham, company avoiding legal obligations, company acting as agent or trustee of shareholders, avoidance of welfare legislations, പ്രൊട്ടക്റ്റിംഗ് പബ്ലിക് പോളിസി. ഇത്രയും കേസുകളിൽ അല്ലെങ്കിൽ ടു പണിഷ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഈ കേസുകളിലൊക്കെ എന്താണ് കോർട്ട് ക്യാൻ ലിഫ്റ്റ് ദി കോർപ്പറേറ്റ് വെയിൽ. അതുകൂടാതെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് അനുസരിച്ചും ദെയർ ആർ ഡിഫറെൻറ്റ് കേസസ് ലൈക്ക് എന്താണ് ഫോൾസ്ലി ഇൻകോർപ്പറേറ്റ് ചെയ്യുക, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കമ്പനി സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആപ്ലിക്കേഷൻ ഫോർ റിമൂവൽ ഓഫ് നെയിം ആൻഡ് ഓൾസോ ലയബിലിറ്റി ഫോർ ഫ്രോഡുലൻ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ആ കമ്പനീൻ്റെ കോർപ്പറേറ്റ് വേയിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് കേസസ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. താങ്ക് യു.